എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പി ആയിട്ടാണ്. നല്ല കിലുങ്ങുന്ന പരുവത്തിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ വാടിപ്പോകാത്ത ഫ്രഷ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുക്കണം. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നമുക്ക് വലിയ ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യമേ പൊട്ടറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ പൊട്ടറ്റോ കറുത്തു പോകും. അപ്പോൾ അങ്ങനെ കറുത്തു പോകാതിരിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 3 ഉരുളക്കിഴങ്ങിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി ആ വെള്ളം മാറ്റി പുതിയ വെള്ളത്തിലിടാം. ഇപ്പം വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. 2 സൈഡിൽ നിന്നും കുറേശ്ശെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നീക്കുക. അതിനുശേഷം ഇത് നീളത്തിൽ താഴേക്ക് മുറിക്കുക. അപ്പോൾ പൊട്ടറ്റോയുടെ വീതി അനുസരിച്ച് 3 4 ഒക്കെ സ്ലൈസായിട്ട് നമുക്കങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. ഇനി മെഴുക്കുവരട്ടിയുടെ സൈസിലല്ല, കനം കൂട്ടി വേണം ഫ്രഞ്ച് ഫ്രൈസിന് അരിയാനായിട്ട്. അപ്പോൾ കനം കൂട്ടി നമുക്ക് ഇതിങ്ങനെ നീളത്തിൽ മുറിക്കാം. തീരെ കനം കുറഞ്ഞു പോകരുത്. അത്യാവശ്യം നല്ല കനത്തിൽ വേണം ഫ്രഞ്ച് ഫ്രൈസിന് മുറിക്കാനായിട്ട്. അപ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈസ് നന്നായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ മുറിച്ചതിന് ശേഷം നമുക്ക് ഈ മുറിച്ച പീസും വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. നോർമൽ വാട്ടറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ അരിഞ്ഞ് ഫുള്ള് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഒന്നുകൂടെ കഴുകിയെടുത്തതിന് ശേഷം മറ്റൊരു ചീനച്ചട്ടിയിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടാവുള്ളൂ. വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 3 മിനിറ്റ് മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ. ഓവറായിട്ടിട്ട് വേവിക്കരുത്. അങ്ങനെയാകുമ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വെന്ത് പോകും. ഇനി നമുക്ക് വെള്ളം വാലാനായിട്ട് ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി കിച്ചൺ ടവലിലോ ടിഷ്യൂ പേപ്പറിലോ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഒപ്പിയെടുക്കണം. നന്നായിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഉണങ്ങി വരണം. ഒട്ടും വെള്ളം വേണ്ട. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനത് മുഴുവനായിട്ട് ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്തായാലും കുറച്ച് ഉപ്പും കൂടെ വേണം. അതിനുശേഷം നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പാത്രത്തോടെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. ഇനി എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എണ്ണ നന്നായിട്ട് തിളച്ചോന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മൊരിച്ച് കിലുകില ശബ്ദമാകുമ്പോൾ കോരിയെടുക്കാം. അത്യാവശ്യം തീ കൂട്ടി വെച്ചിട്ടാണ് വറുത്തെടുത്തത്. തീരെ നൈസായിട്ട് അരിയരുത്. അത്യാവശ്യം കനം കൂട്ടി തന്നെ അരിയുക. ഇതിൻ്റെ പുറം സൈഡ് നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത്. ഇത് തണുത്താലും പെട്ടെന്ന് കുഴഞ്ഞു പോകത്തില്ല. അപ്പോൾ മുഴുവനായിട്ട് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കിലുങ്ങുന്ന സൗണ്ടോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, കണ്ടോ. പുറം സൈഡ് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ പ്രിയപ്പെട്ട ഐറ്റമാണ്. നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നിങ്ങൾ ഒരെണ്ണം കഴിച്ചു നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇതുപോലെ കയ്യിൽ പിഞ്ചായിട്ട് എടുത്തിട്ട് ഉപ്പ് ഒന്ന് വിതറി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കുടഞ്ഞ് എടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുട്ടികളുടെ പ്രിയപ്പെട്ട വിഭവമാണ്. നമ്മൾ വലിയ വിലയൊക്കെ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. നല്ല ഓയിലിൽ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും. കുട്ടികളുടെ ആരോഗ്യത്തിനും അതാണ് നല്ലത്. ഇപ്പോൾ നമ്മളിതിനകത്ത് വേറെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നും ചേർത്തിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും. സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവരും മക്കൾക്കുണ്ടാക്കി കൊടുക്കുക. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ അറിയിക്കണം. അപ്പോൾ
ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.